108 മെഗാപിക്സലിൻ്റെ ഒരു റിയർ ക്യാമറ, 50 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ്, AMOLED ഡിസ്പ്ലേ, 90 Hz റീഫ്രഷ് റേറ്റ്, മീഡിയ ടെക്കിൻ്റെ ഒരു 5G 6nm പ്രോസസർ, ഇതെല്ലാം കൂടി 25,000 രൂപ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ S12 പ്രോയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഈ ഒരു ഡിവൈസ് വിവോ S12 പ്രോ എന്ന പേരിലാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തത്. ബട്ട് ഇന്ത്യയിലേക്ക് റീബ്രാൻഡ് ചെയ്ത് വിവോ V23 പ്രോ എന്ന പേരിലായിരിക്കും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ്. ജാനുവരിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഡേറ്റ് എക്സ്പെക്റ്റഡ് നമുക്ക് അറിയുള്ളൂ, ജാനുവരി ആണെന്ന് അറിയുള്ളൂ. ഡേറ്റ് എന്നാണെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് നോക്കുന്ന സമയത്ത് ബോക്സ് നമ്മുടെ ടിപ്പിക്കൽ വിവോ X സീരീസിൻ്റെ ബോക്സിംഗ് പാക്കേജാണ്. ഇന്ത്യയിലും ഈ ബോക്സിംഗ് പാക്കേജ് ആയിരുന്നു വിവോയുടെ X സീരീസിന്. ബട്ട് ഈ ഒരു സീരീസിന് കാണില്ല, കാരണം സാധാ ബോക്സിംഗ് പാക്കേജ് ആയിരിക്കും. ബോക്സ് ഓപ്പൺ ചെയ്യുന്നിടത്ത് ആദ്യം തന്നെ ഡിവൈസ് എടുത്തിട്ട് ടോപ്പ് ഷെൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ 44 വാട്ടിൻ്റെ ചാർജറും ടൈപ്പ് സി കേബിളും നമ്മുടെ യൂസർ ഗൈഡ് ആൻഡ് സിലിക്കൺ കേസും കിട്ടുന്നുണ്ട്. അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. നേരെ ഡിവൈസിലേക്ക് പോകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് വിവോയുടെ V23 പ്രോ 5G സ്മാർട്ട് ഫോണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. കയ്യിൽ ഒതുങ്ങുന്ന ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വൺ ഹാൻഡഡ് ഫീൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്നത്തെ കാര്യം ചെറുതാണ്, അതുകൊണ്ടാണ് നമുക്കിത് വൺ ഹാൻഡഡ് ഫീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. താഴെയായിട്ട് വിവോയുടെ ബ്രാൻഡിങ് നമുക്ക് അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി സംഭവമുണ്ട്. അത് ചൈനയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ ബ്ലൂ ലൈറ്റ് ഇതിൻ്റെ അകത്ത് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളറ് ഇതിന് മാറ്റാനായിട്ട് പറ്റും. അതായത് സ്മാർട്ട് ഫോണിൻ്റെ ടോട്ടൽ കളറ് നമുക്ക് വേറെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇടുന്ന ഒരു ബ്ലൂ ലൈറ്റ് എടുത്ത് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കളർ മാറുന്നതായിരിക്കും. ഇത് ഓൺലി ഫോർ ചൈനീസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ചൈനയിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് കിട്ടുന്നില്ല. കാരണം ഇന്ത്യയിലേക്ക് ചിലപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നാലും പുതിയൊരു ഇന്നോവേഷൻ ആയിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു കളർ മാറ്റണമെങ്കിൽ തിരിച്ച് അതിൻ്റെ അകത്ത് തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ലൈറ്റിൻ്റെ അകത്ത് തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ ടോട്ടലി മാറുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ബ്ലൂ കളറാണ് ഇഷ്ടമെങ്കിൽ കളർ മാറ്റാനുള്ള ഓപ്ഷനും കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഇതിൻ്റെ വേറെ സ്മാർട്ട് ഫോൺസിന് വേറെ വേരിയൻസ് കളർ വരും. ബട്ട് എനിക്ക് കിട്ടിയ ഗോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ബ്ലൂയിലോട്ട് മാത്രമേ മാറ്റാനായിട്ട് പറ്റുന്നുള്ളൂ. സോ കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ ടോട്ടലി പെയിൻ്റ് അടിച്ച് മാറ്റിയതുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെയായിട്ടുള്ള ആ ഒരു ക്യാമറ സെൻസറിലുള്ള ആ ഒരു ബ്ലൂ പ്ലേറ്റഡ് ആ ഒരു സംഭവം, അതായത് ആ ഒരു പാനൽ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എനിക്കൊരു പിടി കിട്ടുന്നില്ല. കാരണം ഈ ഒരു ഡിസൈനിനെ ടോട്ടലി കുളവാക്കുന്ന സംഭവം അതാണ്. അപ്പോൾ അത് ജസ്റ്റ് അവർക്കൊരു ബ്ലാക്ക് ഫിനിഷ്, ടോട്ടലി നമുക്കൊരു ബ്ലാക്കിഷ് അതോടൊപ്പം ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് ഫിനിഷ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. എങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ ലുക്ക് ആൻഡ് ഫീൽ കിട്ടുമായിരുന്നു. അവിടെ 108 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ഉണ്ടെന്നും 2 ഫ്ലാഷ് ലൈറ്റിൻ്റെ ചിഹ്നവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ആൻഡ് ബിൽറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലൈറ്റ് വെയിറ്റ് ആണ്. അതോടൊപ്പം 171 ഗ്രാം വെയിറ്റ് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുള്ളൂ. 7.4 mm തിക്നെസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് കുറവായിട്ടിരിക്കുന്നത്. വളരെ മാക്സിമം തിക്നെസ് അവർ കുറച്ചിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ Mi 11 ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് സ്ലീക്കി ഡിസൈനാണ് മുകളിലും താഴെയും എല്ലാം കൊടുത്തിട്ടുള്ളത്. മാക്സിമം സ്മാർട്ട് ഫോൺ ചെറുതാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. 6.56 ഇഞ്ചസിൻ്റെ ഒരു ചെറിയ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ചെറുതെന്ന് എടുത്ത് പറയാൻ കാരണം ഇപ്പോഴത്തെ സമയങ്ങളിൽ നമുക്ക് 6.67 ഇഞ്ചസിൻ്റെ ഡിവൈസസ് വരെ കിട്ടും. ബട്ട് ഇതിൽ 10 ഇഞ്ചസ് കുറവാണ്. അതെനിക്ക് വളരെ വലിയ പോരായ്മയായിട്ട് തോന്നി. ആൻഡ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു വലിയൊരു നോച്ച് കാണാനായിട്ട് പറ്റും. ഈ ഒരു നോച്ച് നമ്മൾ പറയും എന്താണ് കൊള്ളില്ല, വേണ്ടായിരുന്നു, ഒരു ഐഫോൺ മോഡൽ കിട്ടുമെന്ന് ചിലവർ പറയുമെങ്കിലും ഇത് കൊള്ളില്ല എന്ന് പറയുന്നവരുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബിഗ് സെൻസർ 50 മെഗാപിക്സലിൻ്റെ സെൻസർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര വലിയ നോച്ച് വന്നിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെയിം OnePlus നോഡിൽ കണ്ട മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 1200 5G പ്രോസസ്സറാണ്. 12GB റാമും 4GB വിർച്വൽ റാമും 256GB സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ 7 lakhs എബോ ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വിർച്വൽ റാം കിട്ടുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ വിവോ അവരുടെ ഒറിജിനോയ്സിൽ കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു വിർച്വൽ റാം. അത് നേരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ വളരെ രീതിയിൽ ട്രെൻഡിങ് ഫേമസ് ആയതുകൊണ്ട് തന്നെ അത് ഫൺ ടച്ച് ഓയിസിൽ ഒരു പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ നമുക്ക് മാക്സിമം 4GB to 8GB വരെയാണ് വിർച്വൽ റാം കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് CPU ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്, അതായത്
നമ്മുടെ സ്മാർട്ട് ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഓഫ് ചെയ്തിട്ട് ഈ ഒരു CPU ടോട്ടലി നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഗെയിമിങ്ങിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ CPU ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഹീറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു അൺയൂഷ്വൽ ഹീറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗെയിംസ് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിതിൽ ഗെൻഷിൻ ഇമ്പാക്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗെയിംസൊക്കെ സ്മൂത്തായിട്ടും അതോടൊപ്പം വളരെ എലിഗൻ്റ് ആയിട്ടും കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നോച്ച് വലിയ ഡിസ്റ്റർബിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഫ്രണ്ടിൽ നമുക്കൊരു കിടിലൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയൊരു പോരായ്മയായിട്ടും തോന്നിയില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് പോരായ്മയായിട്ട് തോന്നിയത് നമുക്ക് മാക്സിമം ഗെൻഷിൻ ഇമ്പാക്റ്റിൽ HDR നമുക്ക് 60 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. 90 FPS 120 FPS ലോക്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ റൂം ടെമ്പറേച്ചർ 16.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആദ്യം ഗെയിം കളിക്കാൻ മുമ്പ് 26.4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസ് വരെ പോയിട്ടുണ്ട്. അതെനിക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ക്യാമറയുടെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിയർ ക്യാമറ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. എഫ് അപ്പർച്ചർ 1.9 വൈഡ് ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ എഫ് അപ്പർച്ചർ 2.2 അൾട്രാ വൈഡ് ക്യാമറ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോണിലെടുക്കുന്ന ഫോട്ടോസിനൊക്കെ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ സൈസസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 108 മെഗാ പിക്സൽ കിടിലോ എന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് സാധിക്കും. നൈറ്റ് ഷോട്ട്സും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. മെയിനായിട്ട് നൈറ്റ് ഷോട്ട്സ് ആണ് എടുത്ത് പറയാനുള്ളത്. വിവോയുടെ എല്ലാ സ്മാർട്ട് ഫോൺസിലും ക്യാമറയിൽ നൈറ്റ് ഫോട്ടോസ് കുറച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ സൂമിങ്ങിൻ്റെ കാര്യം, പിന്നെ മാക്രോയുടെ കാര്യം, മാക്രോ ഫോട്ടോസ് ഒന്നും പറയാനില്ല. ബാക്കിലുള്ള ബ്ലർ ടെക്സ്റ്റേഴ്സ് ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മുടെ വൈഡ് ആംഗിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് കളർ ഡെപ്തിങ്ങിന് ചെറിയൊരു ഇഷ്യൂസ് തോന്നിയെന്നുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4K 60 FPS വരെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഫ്രണ്ടും ബാക്കും ക്യാമറ കിട്ടുന്നുണ്ട്. 3.5mm ഒരു ജാക്ക് കിട്ടുന്നില്ല വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ദാറ്റ് വാസ് ആൾസോ ബാക്ക്വേർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത്രയും നല്ലൊരു ഫോണിനകത്ത് അവർ 3.5 ജാക്കും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആൻഡ് ഇതിൻ്റെ അത് ടൈപ്പ് സി 3.5 ജാക്ക് സപ്പോർട്ട് ആവുന്നില്ല. അതാണ് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള പോരായ്മ എടുത്ത് പറയുന്നത്. ആൻഡ് ഫ്രണ്ട് ക്യാമറ ഉള്ള ആ ഒരു നോച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആർക്കും ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ നോച്ചൊക്കെ ട്രെൻഡിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു സംഭവമാണ്. ബട്ട് ഈ ഒരു നോച്ച് അവരുടെ കഴിഞ്ഞ വിവോ V സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് വലിയൊരു പാളിച്ച തന്നെയായിരുന്നു. ഫ്രണ്ടിൽ നമുക്ക് 2 ഫ്ലാഷ് ലൈറ്റും കൂടെ കിട്ടുന്നുണ്ട്. ആ ഒരു 2 ഫ്ലാഷ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് എടുത്ത് പറയേണ്ടത്. അണ്ടർ ഡിസ്പ്ലേ ഫ്ലാഷ് ലൈറ്റാണ് ഫ്രണ്ടിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടം കുറയ്ക്കാനും ലൈറ്റിൻ്റെ കളർ മാറ്റാനും പറ്റും. നമുക്ക് നമ്മുടെ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ട്രൈപ്പോണിനകത്ത് ലൈറ്റ് മാറ്റുന്ന പോലെ തന്നെയാണ് മാറ്റാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കുറേ ബ്യൂട്ടിഫുൾ ഫിൽറ്റേഴ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അത് ഒറിജിനൽ വോയിസിൽ ലഭിക്കുന്നതാണ്. ഫൺ ടച്ച് ചോയ്സിൻ്റെ കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ മാത്രമേ വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ആൻഡ് ക്യാമറയുടെ ഭാഗം ബിഗ് ഒരു ഫോർവേഡ് തന്നെയാണ്. ബാറ്ററി ആൻഡ് ചാർജിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസിൽ 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ടുണ്ട്. 4300 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഗെയിമിങ്ങിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഈ ഒരു ഫോൺ കിടലൻ തന്നെയാണ്. കാരണം മെയിനായിട്ട് ക്യാമറയുടെ കാര്യം പറയാനുള്ളത് ബാക്കിൽ നമുക്ക് 108 MB ഫ്രണ്ടിൽ 50 MB കിട്ടുന്നുണ്ട്. 50+8 ആണ് കേട്ടോ. ബാക്കിൽ ടോട്ടലി 108 MB 8 MB 2 MB ക്യാമറയും കൂടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു 50 MB ക്യാമറ. ആൻഡ് ടോട്ടലി ഈ ഒരു ഫോൺ നല്ലൊരു ഫോണെന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആൻഡ് അൺബോക്സിങ്, ഇനിയും ഒരു അടുത്ത കളറിൻ്റെ അൺബോക്സിങ്ങും ഒരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് റിവ്യൂ കൂടി ഈ ഒരു ചാനൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പ് സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അണ്ടിൽ ദെൻ ദിസ് ഈസ് ഐ തിങ്ക് സൈനിങ് ഓഫ്. ബൈ.